ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് വിത്ത് ശ്രീ. കുറേ നാൾക്ക് ശേഷം ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഈ വർഷം ഈദ് ഹോളിഡേയ്സിന് മക്കൾക്ക് സ്കൂളിൽ കുറേ ദിവസം അവധി കിട്ടി. അപ്പം വി പ്ലാൻഡ് എ ട്രിപ്പ് ടു സിംഗപ്പൂർ. അഭിഷേകിൻ്റെ കസിൻ ആൻഡ് ഫാമിലി താമസിക്കുന്നുണ്ട് സിംഗപ്പൂരിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ സിംഗപ്പൂർ പോകാൻ തീരുമാനിച്ചത്. അബുദാബി ടു സിംഗപ്പൂർ ഒരു 7.5 hours ഫ്ലൈറ്റ് ജേർണിയാണ്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എത്തിഹാദ് എയർലൈൻസിൻ്റെ. ഞങ്ങൾ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്ലൈറ്റിലിരിക്കുന്നത്. അതുകൊണ്ട് നല്ല നെർവസ്നെസ്സും ഉണ്ട്, അതുക്കും മേലെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. നല്ല മരുഭൂമിയിൽ നിന്ന് നല്ല പച്ചപ്പും ഹരിതാപവും ഉള്ള സ്ഥലത്തോട്ടാണ് പോണേ. അതുകൊണ്ട് നല്ല വ്യത്യാസമായിരിക്കും വെതർ കണ്ടീഷൻസും ക്ലൈമറ്റും. ഇവിടെ നിങ്ങൾക്ക് സിംഗപ്പൂരിൻ്റെ ലാൻഡിംഗ് വ്യൂ കാണാം. Singapore. We are just landing. Hold it tightly. Hold the phone tightly. We'll touch down. We'll touch down. Hold it. Hold it. അബുദാബിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ സിംഗപ്പൂരിലോട്ട് പോകാനുള്ള വിസ ഇഷ്യൂ ചെയ്തത്. നമ്മൾ ഇന്ത്യൻസിന് സിംഗപ്പൂരിലോട്ട് വിസ ഇഷ്യൂ ചെയ്യണം. ഇറ്റ്സ് നോട്ട് ഓൺ അറൈവൽ വിസ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഞങ്ങളൊരു ടൂർസും ട്രാവൽസും ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടല്ല പോയിരിക്കുന്നത്. എല്ലാം സെൽഫ് പ്ലാൻഡ് ട്രിപ്പാണ്. സിംഗപ്പൂർ ഈസ് വെരി ഈസി ടു നാവിഗേറ്റ്. നമുക്ക് അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് ആയാലും മെട്രോ ആയാലും ബസ്സായാലും ടാക്സി ആയാലും ഇറ്റ്സ് വെരി ഈസി ടു നാവിഗേറ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി സ്മോൾ ഐലൻഡ്. അപ്പോൾ നമുക്ക് പോകാനും വരാനും പ്ലാൻ ചെയ്യാനും ഒക്കെ സ്വന്തമായിട്ട് നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. മിനിമം ഒരു 4 days എങ്കിലും വേണം സിംഗപ്പൂർ ഒന്ന് കറങ്ങാനായിട്ട്. ഞങ്ങളൊരു 6 days ട്രിപ്പിലാണ് പോയിരിക്കുന്നത്. സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷൻ ചെക്കൊക്കെ കഴിഞ്ഞു. ബാഗേജൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളൊരു ടാക്സി എടുത്തിട്ട് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 minutes ഡ്രൈവ് ഉണ്ട് കസിൻ്റെ അങ്ങോട്ട്. ഫസ്റ്റ് തിങ് വി നോട്ടീസ്ഡ് ആഫ്റ്റർ ലാൻഡിങ് ഈസ് സിംഗപ്പൂർ ഈസ് റിയലി ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്. നല്ല ചൂടും. രാവിലെ ഇതിപ്പോൾ 9:30 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 9:30, 10:30 കാര്യമാണ് പറയണത്. നാട്ടിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. നാട്ടിലത്തെ ക്ലൈമറ്റിൻ്റെ നല്ല സിമിലർ ആയിട്ടാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പിന്നെ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നാട്ടിലെ ഓർമ്മ തന്നെ വന്ന, ശരിക്കും പറഞ്ഞ ഒരു ഡെവലപ്ഡ് കേരളം പോലെയാണ് തോന്നിയത്. ഇവിടെ ഞങ്ങളുടെ Day 1 ഒഫീഷ്യലി ബിഗിൻ ആവുകയാണ് ഇൻ സിംഗപ്പൂർ. ഞങ്ങൾ രാത്രി മൊത്തം ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഡേ ടൈമിൽ ഇന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് ഈവനിങ്ങിൽ ഞങ്ങൾ സിംഗപ്പൂർ നൈറ്റ് സഫാരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അന്നേരം കാണാം. അപ്പോൾ ഇതാണ് 30th of April 2022. ആസ് ഓഫ് 26th of April സിംഗപ്പൂരിലോട്ട് വരാനായിട്ട് PCR നിർബന്ധമല്ല. വേറെ ഒരു കാര്യം കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. സിംഗപ്പൂരിൽ വരാൻ IC അപ്രൂവൽ മാൻഡേറ്ററി ആണ്. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ വാക്സിനേഷൻ റിപ്പോർട്ടും ഡീറ്റെയിൽസും ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ അപ്രൂവൽ നമ്മൾ ഇവിടുത്തെ എമിഗ്രേഷനിൽ കാണിച്ചാലേ നമുക്ക് സിംഗപ്പൂരിലോട്ട് എൻട്രി തരുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ നല്ല അടിപൊളി മഴ കാണാൻ കിട്ടി. ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണെന്നാണ് കസിൻ പറയണത്. ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. ഏകദേശം ഒരു 30 degree ഒക്കെയാണ് 365 days ഓഫ് എൻ ഇയർ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യും. ലഞ്ചും കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിന് പോവാണ്. ഈവനിങ്ങിൽ ഒരു 7:30 ഞങ്ങൾ സിംഗപ്പൂർ നൈറ്റ് സഫാരി ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു. ഈ സിംഗപ്പൂർ നൈറ്റ് സഫാരി കുറച്ച് സിറ്റിയിൽ നിന്ന് ഔട്ട്സ്കേർട്സിലോട്ടാണ്. ഈ ഏരിയനെ പറയുന്നത് മണ്ടായി വൈൽഡ് ലൈഫ് റിസർവ് എന്നാണ്. മണ്ടായി വൈൽഡ് ലൈഫ് റിസർവിൽ സിംഗപ്പൂർ സൂ, സിംഗപ്പൂർ നൈറ്റ് സഫാരി ആൻഡ് റിവർ സഫാരി ഉൾപ്പെടും. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സിംഗപ്പൂർ സൂയും പിന്നെ നൈറ്റ് സഫാരിയാണ്. ഓൺലൈൻ അവരുടെ വെബ്സൈറ്റ് ത്രൂ ഇത് മാത്രം ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ വഴിയെ ബുക്ക് ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത്. ലോകത്തെ തന്നെ ആദ്യത്തെ നോക്ടേർണൽ വൈൽഡ് ലൈഫ് പാർക്കാണ് സിംഗപ്പൂർ നൈറ്റ് സഫാരി. സത്യം പറഞ്ഞാൽ ആനിമൽസിൻ്റെ നൈറ്റ് ലൈഫ് കാണാൻ പോവുകയാണ്.
ഇവിടെ ഞങ്ങൾ ട്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ട്രാമിൽ കയറി ഒരു 40-45 മിനിറ്റ്സ് യാത്രയുണ്ട് സിംഗപ്പൂർ നൈറ്റ് സഫാരിക്കകത്തുനിന്ന്. സൂം സഫാരിയൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഇഫ് യു കം ടു സിംഗപ്പൂർ. These tasks also make wild elephants targets for the illegal ivory trade. Besides poaching and habitat loss, Asian elephants in the wild also face the ever-present threat of conflict with humans. The challenge now is to protect these dwindling wild populations. After the hunt, the males will have his fill first, followed by the females, and lastly the cubs. ട്രാം റൈഡ് കഴിഞ്ഞ് നൈറ്റ് സഫാരിക്കകത്ത് എന്തൊക്കെ ഷോ ഉണ്ടായിരുന്നു. അവിടെ ഗംഭീര ക്യൂ ആയിരുന്നു, ഞങ്ങൾ ആ ഏരിയയിലോട്ടേ പോയില്ല. അതൊക്കെ സെപ്പറേറ്റ് ചാർജസും കൂടെയാണ്. ഫുഡ് കോർട്ടിൽ മോസ്റ്റ്ലി മലേഷ്യൻ ക്യൂസീൻ ആയിരുന്നു അവൈലബിൾ, ആൻഡ് വി ആർ നോട്ട് ദാറ്റ് ഫെമിലിയർ വിത്ത് ദാറ്റ് ടൈപ്പ് ഓഫ് ക്യൂസീൻ. അതുകൊണ്ട് നമ്മൾ അവിടെ കഴിക്കേണ്ടെന്ന് വെച്ചു. അങ്ങനെ നൈറ്റ് സഫാരിയിൽ നിന്ന് ഒരു ടാക്സിയും ബുക്ക് ചെയ്ത് ഞങ്ങൾ നമ്മുടെ കംഫർട്ട് ഫുഡും തപ്പി ലിറ്റിൽ ഇന്ത്യയിലോട്ട് വന്നിരിക്കുകയാണ്. ലിറ്റിൽ ഇന്ത്യ സിംഗപ്പൂരിലെ മെജോറിറ്റി ഇന്ത്യൻസ് താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഇന്ത്യൻ കുറേ റെസ്റ്റോറൻറ്റ്സും ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസും ഒക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു നല്ല സിംഗപ്പൂരിയൻ തമിഴ് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഡേ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല ജെറ്റ് ലാഗ് ഉണ്ട്, നല്ല ക്ഷീണമുണ്ട്, എല്ലാവർക്കും നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം, അടുത്ത ദിവസം ഡേ 2 വിൽ ബി വെരി എക്സൈറ്റിംഗ്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണ്ടേ. ബൈ ഫോർ നൗ. താങ്ക് യു ഫോർ വാച്ചിങ്.